വലിയ നോമ്പ് 40-ാം വെള്ളിയാഴ്ച കുരിശിൻ്റെ നിഴലിലെ പൂർണ്ണത. വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച അതിപ്രധാനമായ ഒരു ദിവസമാണ്. പല സഭാപാരമ്പര്യങ്ങളിലും ഇത് നോമ്പിൻ്റെ ഔദ്യോഗികമായ 40 ദിനങ്ങളുടെ പൂർത്തീകരണമായി കണക്കാക്കപ്പെടുന്നു. നാം ഇന്ന് വലിയ നോമ്പിൻ്റെ 40-ാം വെള്ളിയാഴ്ചയിൽ എത്തി നിൽക്കുന്നു. മരുഭൂമിയിലെ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്മരണ പുതുക്കുന്ന ഈ യാത്ര ഇവിടെ ഒരു ഘട്ടം പൂർത്തിയാക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് പീഡാനുഭവങ്ങളുടെയും അതിജീവനത്തിൻ്റെയും വിശുദ്ധവാരമാണ്. 40 ദിവസം മുമ്പ് നാം ആരംഭിച്ച യാത്രയുടെ ലക്ഷ്യം കേവലം ഉപവാസമല്ലായിരുന്നു, മറിച്ച് ക്രിസ്തുവിനോടുള്ള താതാത്മ്യപ്പെടലായിരുന്നു. മരുഭൂമിയിലെ പ്രലോഭനങ്ങളെ ഈശോ വചനം കൊണ്ട് തോൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ അതിജീവിക്കാൻ ഈ 40 ദിവസങ്ങൾ നമ്മെ പ്രാപ്തരാക്കിയിട്ടുണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയും കുരിശുമരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ 40-ാം വെള്ളിയാഴ്ച സവിശേഷമാണ്. ഇത് ഒരുക്കത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയാണ്. ഇതാ ഞാൻ വരുന്നു എന്ന് പിതാവിനോട് പറഞ്ഞ് ഈശോ തൻ്റെ വലിയ ബലിക്കായി ഒരുങ്ങുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളും ആ വലിയ ബലിയിൽ പങ്കുചേരാൻ പാകപ്പെട്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഉപവാസം കൊണ്ട് ശരീരം തളരുമ്പോൾ ആത്മാവ് ഉണരണം. 40-ാം ദിനത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ ക്രോധം, അസൂയ, അഹങ്കാരം എന്നിവ എത്രത്തോളം കുറഞ്ഞു? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്തു? ഈ വെള്ളിയാഴ്ച നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി കാഴ്ചവെക്കാം. നാളെ കഴിഞ്ഞ് ഓശാന ഞായർ ആരംഭിക്കുകയാണ്. ഈ 40-ാം വെള്ളിയാഴ്ച ഒരു വിശ്രമ സ്ഥലമല്ല, മറിച്ച് ഗെത്സമേനിലേക്കും ഗാഗുൽത്തായിലേക്കും ഈശോയെ അനുഗമിക്കാനുള്ള അവസാനവട്ട ഒരുക്കമാണ്. കുരിശിനെ ഭയപ്പെടാതെ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സ്നേഹനാഥനായ ദൈവമേ, ഈ 40-ാം വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. കഴിഞ്ഞ 40 ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ നയിച്ച പാതകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. വരാനിരിക്കുന്ന വിശുദ്ധവാരത്തിൽ അങ്ങയുടെ പീഡാനുഭവങ്ങളിൽ ഭക്തിയോടെ പങ്കുചേരാനും അങ്ങയോടൊപ്പം മരിച്ച് പുതിയ മനുഷ്യരായി ഉയർത്തെഴുന്നേൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.